കുടിച്ചൂടി മതിയാക്കിയാ. അനക്കാണ് വലിയ മടി വെള്ളം കുടിച്ച ചോളത്താവ് ഇട്ടാണ് തേയില. മറ്റവരൊക്കെ പിന്നെയും കുറെ ഒപ്പിച്ച് കുടിച്ചു. എന്നാ കുടിച്ചു. ആ എവിടുന്ന തീരെ ചാടിക്കാടുന്നായിരുന്നു? ഞാനേ ആമിനാന്റെ അടുത്തൊറ്റൊന്ന് പോയതായിരുന്നു. ഓളത്തെ താറാവുമൂട്ട ഉണ്ട് കാരണം എന്റെ നബീസൂന മറ്റേ സോക്കേട് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അതിന് അത് തിന്നിട്ട് നല്ലതാണ് കാരണം കിട്ടി. അവിടുന്ന് ഇടക്കിടക്ക് കൊണ്ടലുണ്ട്. അപ്പൊ ചെന്ന് നോക്കിയപ്പോ ഓള് ബാതിൽ കുറ്റിട്ട് കാണി പോയിക്കോളും. ഈ ആരസാരേക്ക് മരുന്ന് നോക്കുണ്ടാവും. ആണ്ടന്റെ പോയതാന്ന് വെച്ചാൽ തോണ്ടത്. നിങ്ങള് പറഞ്ഞ ശരി. ഒരു കജിലേ ഒരു തഞ്ചിയുണ്ട്, അതേറ്റാണ് മണ്ടിനുണ്ട്. ആര്യസാരിക്കേ ഭരിക്കാൻ വേണ്ടി പായി അണീക്കാരം. അല്ല ഇജിപ്പോ ആടൊക്കെ ഒഴിവായിക്കാണ്ടേ ഈ പൂത്താളപ്പം കൂടുകപ്പഞ്ഞി ഇതിപ്പോ എന്നെ കൊണ്ട് ബേക്കുവോ? ആടുകൾ ഇപ്പൊ അവിടെ ഉണ്ട് 2-3 അത് മറിയാമോ നോക്കിക്കോളും. ഇതിപ്പോ ഒലിയത്ത് ഇവിടെ ആയി തുടങ്ങിക്കല്ല. അപ്പൊ അത് കൊണ്ടിട്ടാലേ ആരെങ്കിലും വന്നാലേ കമ്പപ്പെട്ടാണ് കൊണ്ടായാലും നമുക്ക് ഇന്ന് 10 രൂപേന്റെ കായ് കിട്ടി വെച്ച് മാങ്ങിട്ടതാണ്. വെച്ചപ്പോ ഇങ്ങനെ ഒരു സംശയം, ഒരു പുടി കൊമ്പും അതിന്റെ മേപ്പെട്ട് നിൽക്കാൻ പറഞ്ഞത് ചിലതൊക്കെ അതെ ഇല്ലാത്തൊരു കോലാണ് കാണുന്നത്. എവിടേക്ക് എത്തുന്നാവും. പൊതുവത്തെ ഇപ്പൊ ഇവിടെ 2 മാസം കൊണ്ട് ഇവിടെ ആവൂലേ? അപ്പോ നിങ്ങൾ വലിപ്പം വെക്കുവോ? നിങ്ങൾ ഒതുവത്തിനുള്ള വലിപ്പമൊന്നും ഇല്ലല്ലോ. അതൊക്കെ പോവും. ചില സംഘടനക്കാർക്കേ വയസ്സായാൽ മതി, വലിപ്പത്തിന് ഗുണദോഷമില്ല. ഏതായാലും ഇറ്റങ്ങളെ അയച്ചു കെട്ടുമ്പോഴൊക്കെ നോക്കിക്കോണ്ടി. തുമ്പിരിടുത്ത് പായി ആടുകുട്ടികളെ മാതിരി ആവൂല. അന്നെ കൊണ്ട് ഇന്നെ കൊണ്ടൊന്നും അറ്റങ്ങളെ പിടിച്ചപ്പ കിട്ടൂല. അപ്പൊ ആ കഴിഞ്ഞ മഴക്കേ കുറച്ച് പുല്ലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അറിയാൻ ആയിട്ടില്ല. എന്നാലേ അപ്പൊ ഒരു പണിക്കാനെ നോക്കുകയാണ്. കിട്ടിയ വലിയ അമ്മാന്തരയുന്നു. അല്ലടാ ഈ കുറിക്കത്തെ പെൻഷൻ പൈസ എനിക്ക് കിട്ടിയോ? ആ പമ്പറിനോട് എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു. പക്ഷെ എന്റെ പേരേക്ക് എത്തിയിട്ടില്ല. കുറിയേ 4000 റുപ്യ ഉണ്ട്. നമ്മൾ വിഷുവിനും കൂട്ടിക്കാണ്ടാണല്ലോ. അതിപ്പോ ഈ എലസനായിട്ടേ വിഷുവിന്റെ പേരും പറഞ്ഞാണ്ട് കൊടുക്കുകയാണ്. ഇപ്പൊ മറ്റേ പാർട്ടിക്കാർ കയറിയാലേ 3000 കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കേണ്ടത്. എലസൻ സമയത്തുള്ള ഭർത്താൻ തന്നെ ഉണ്ടാവുള്ളൂ. അത് നീ കിട്ടുമെന്നേ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അത് മാത്രമൊന്നല്ല, ഓല് ഭരണത്തിൽ കയറിയാലേ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ KSRTC ബസ്സില്ലേ 1000 കായ് മാണ്ടാലാ ഓർക്ക് എവിടെയും പോകാന്ന്. അത് തിരക്കടില്ലല്ലോ. എന്നപ്പോ പാലപ്പുള്ളിക്ക് ആഴ്ചപൂരി എത്തേക്ക് പോകുമ്പോഴേ നബീസുവിന്റെ കായ് നോക്കണ്ടല്ലോ, എന്റെ മാത്രം നോക്കിയാൽ മതിയല്ലോ ബസ്സിനുള്ളത്. ഓല് കയറിയിട്ട് മാണേ എന്റെ മറിയമോനേറ്റ് നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ സിയാറത്ത് പോയി എല്ലാം കണ്ടു പോരാന്. അല്ല ഈ KSRTCന്റെ ബസ് തന്നെ ഒരു ഉല്ലാസയാത്ര ഉണ്ടല്ലോ, അതും ഈ പെണ്ണുങ്ങൾക്ക് പ്രിയകാരം. അതും പ്രിയവനാണ്. എന്റെ മമ്മൂട്ടിയെ നമ്മളെ പെണ്ണുങ്ങളാളെന്നേ ഒരാവശ്യത്തിന് കിട്ടൂല. ഓലിഞ്ഞിപ്പോ ആകെ നടക്കേക്കാരം. ബസ്സിൽ കയറിയ പൈസയും കൊടുക്കണ്ടല്ലോ. നമ്മളെടുത്തുനിന്ന് പൈസക്ക് കാത്തിക്കൊന്നും വേണ്ടല്ലോ ഓൽക്ക്. പറഞ്ഞേ തെരഞ്ഞെടുപ്പ് ഇവിടെ അടുത്തെത്തി. നമ്മളെ MLA ഉസ്മാൻകുട്ടിയില്ലേ, ഓൻ തന്നെ കണ്ടപ്പോ പറയാണ് ഇക്കു ഞാൻ ജയിച്ചാലേ മന്ത്രി ആവൂന്ന്. ഓനിപ്പോ മന്ത്രി ആവാനൊക്കെ ബേക്കുവോ? MLA ആയിക്കാണ്ട് തന്നെ ആ നിയമസഭയിൽ എന്താ കാര്യത്തിന് നീച്ചുന്നപ്പോളേ നീച്ചാൻ വെച്ചല്ലോ. ആ സ്പീക്കർ വിളിച്ചറിഞ്ഞു നിങ്ങൾ ഇരുന്നോളി നീച്ചാൻ വെച്ചെങ്കിന്ന്. അങ്ങനത്തെ ആളൊക്കെ മന്ത്രി ആയുള്ള അവസ്ഥ ഇപ്പൊ എന്തേക്കാരം? ഉമ്മറാജി, നിങ്ങൾ എല്ലാ പ്രാവശ്യം നമുക്ക് ഇലക്ഷൻ ഫണ്ട് തരലുണ്ടല്ലോ, അപ്പൊ അത് ഓഫീസിൽ ഇനി കൊടുന്നു തരണ്ട. ചെറിയ പ്രയാസങ്ങളുണ്ട്, അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. 10 വർഷമായിട്ട് ഉസ്മാൻകുട്ടി സാഹിബ് പ്രതിപക്ഷത്തായതുകൊണ്ട് നമ്മളെ മണ്ഡലത്തിക്ക് കാര്യമായിട്ടുള്ള പദ്ധതികളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നെപ്പോലത്തെ കോൺട്രാക്ടർമാർക്ക് വളരെ ക്ഷീണാണ്. ഇനിയിപ്പോ എടുത്ത വർക്കിന്റെ ഫണ്ടോ ഇതുവരെ പാസ്സാക്കി തന്നിട്ടില്ല. കോടിക്കണക്കിന് ഉറുപ്പ്യ ഗവൺമെന്റിന് ഇത് കിട്ടാണ്ട്. പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പ്രതിപക്ഷത്താവൂല. അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വീശുന്നുണ്ട്. അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ജയിക്കും. ജയിച്ചാൽ ഞാൻ മന്ത്രിയാവും. പൊതുമരാമത്ത് മന്ത്രിയാണ് ഞാൻ ആവുക. സാഹിബ് ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു വെക്കാറ്. ഒരു 10-40 കൊല്ലായിട്ട് നിങ്ങളെ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഭരണം ചിലപ്പോൾ മാറുവേക്കാറ്. ഭരണം മാറിയാലും പൊതുമരാമത്ത് വകുപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടവർക്ക്. അതിനൊക്കെ ഉള്ള ചരട് ഞാൻ വലിച്ചു വെച്ചപ്പോൾ ഞാൻ വെറുതെ പറയേണ്ടതല്ല, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം പറയേണ്ടതാണ്. പൊതുമരാമത്ത് അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി തരാമെന്ന് എന്നോട് പറഞ്ഞാണ്. പക്ഷെ ഞാൻ പൊതുമരാമത്ത് മതിയെന്ന് പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട. 10 കൊല്ലം ഭരണമില്ലാത്തിൻ്റെ ചില്ലറ ടൈറ്റൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾക്ക് കണ്ടിലൊക്കെ ലൂസായി. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സഹായിച്ചാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. സാഹിബ് ജയിച്ചു കഴിഞ്ഞാലേ വലിയ വലിയ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൻ്റെ മൊത്തം കരാറും ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാം. സാഹിബ് ജയിച്ചാലേ
ആദ്യമായിട്ട് ചെയ്യാൻ പോണ നമ്മളെ മണ്ഡലത്തിലെ പരിപാടി കോട്ടക്കല ഗതാഗത കുരുക്ക് തീർക്കുക എന്നുള്ളതാണ്. അതിന് മെട്രോ ട്രെയിൻ കൊണ്ടുപോകും. അതിന്റെ ഫില്ലറുടെ വർക്ക് ഫുള്ള് നിങ്ങൾക്ക് തരണ്ട്. ഏയ് തലയിരിക്കുമ്പോൾ വാലാടണ്ട. ഞാൻ ജയിച്ചു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ അമേരിക്കയ്ക്ക് പോകും. എൻ്റെ ഈ കജ്ജിൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഉപ്പിടാൻ കഴിയുമോ? എന്നിട്ടേ നമ്മൾ ഫണ്ടൊക്കെ പാസ്സാക്കുള്ളൂ. ഞാനും ഫാമിലിയൊക്കെ കൂടിയാണ് പോകേണ്ടത്. നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ പോരാ. സർക്കാർ ചെലവിൽ നിങ്ങളെ ചികിത്സ നമുക്കാണ് നടത്താം. മോനെ, ഞാൻ ആ ബാങ്കിൽ പോയി എന്നപ്പോ കൊടുന്ന കവറുണ്ടാ മേശപ്പുറത്തിരിക്കണു, അവിടെ എടുത്താ. ഹാജി, നമ്മൾ എതിർ സ്ഥാനാർത്ഥി ഇവിടെ വന്നില്ല ഷാജി. വല്ലാണ്ട് ഫണ്ടൊന്നും കൊടുക്കലട്ടാ, പൊട്ടി പാളിച്ച ആളാണ്. ഓലൊക്കെ ഒരാഴ്ച മുന്നേ വന്ന് തോണ്ടി പോയിക്കണു. അത് ഇങ്ങോട്ട് വാങ്ങിക്കോ. ഞങ്ങൾ പോട്ടെ. പൊന്നാരപ്പ ഇങ്ങനെ ഇയാൾക്ക് വാരിക്കോരി കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇപ്രാവശ്യം ഇയാൾ തോക്കും, ആ ഷാജിക്ക് ജയിക്കുള്ളൂ. ആര് ജയിച്ചാലും ഞമ്മക്ക് കണക്കാ. ഇപ്പൊ ഒരു കോൺട്രാക്ടറിനാണ്, അതുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാർക്കും ഫണ്ട് ഭാരി കോരി കൊടുക്കുന്നുണ്ട്. ഇന്ന് സമാധാനായി. ഇന്നലെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നലെ കാതറാജിന്റെ അവിടെ ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നല്ലോ, അത് തിന്നില്ല. അതൊന്നും എന്റെ കണക്കിലില്ല. ഹലോ, ആ ഇപ്പെത്തും ഷാജിക്ക് ഇറങ്ങണുള്ളൂ. ആ ഓഫീസിൽ ഇപ്പം എത്തും. ആ ഓക്കെ. ആ ഞങ്ങൾ വണ്ടി ആയിട്ട് വന്നോളാം. ഇന്നലെ ആ കോൺട്രാക്ടറിന് പൈസയായി ആ ഓഫീസിന്റെ കട്ടിലോട്ടായിരിക്കണത്. അത് 50 ലക്ഷം ഉറുപ്പ അല്ലേ? അതവിടുന്ന് മാറ്റണം നമുക്ക്. അത് ഇന്നലെ തന്നെ മാറ്റണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ 50 ലക്ഷം ഉറുപ്പിയാണ് പോയിക്കേണ്ടത്. എടാ, ഞാനേ ഈ നടത്തത്തിൽ ഈ തിരക്കിന്റെ അടിയിൽ കൂടി ഇന്നലെ ഒന്ന് ബ്ലാക്ക് അടിച്ചോണു. നിരപ്പൊന്നും കാണുന്നില്ലല്ലോ, ആൾക്കാരെ മുന്നിക്ക് ചെല്ലാനുള്ള. ഹാജിക്ക് നിങ്ങൾ സൂപ്പർ അല്ലേ? നിങ്ങൾ തന്നെ ആ കുട്ടികളെപ്പണ്ട ഓട്ടം ഇത് ഉഷാറായി കൊണ്ടോ. ആ ഓട്ടത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. 4 വോട്ടിന് വേണ്ടിയിട്ട് ചക്രശ്വാസം വലിക്കുക ഞാന്. ആ ഓട്ടം കഴിഞ്ഞാൽ പെരയിൽ വന്ന് കിടന്നിട്ട് ഞാൻ എന്തൊക്കെ അയക്കണമെന്ന് എനിക്കെന്നറിയില്ല. രാവിലെ എണീക്കാൻ കഴിഞ്ഞ കാലിപ്പോഴും ഇങ്ങനെ പതുക്കെ കണ്ട് റെഡി ആയി വരണുള്ളൂ. അധികം കാല് നല്ല വേദന ഉണ്ടോ? ഇന്നും കുറെ നടക്കാനുള്ളതാണ് കേട്ടോ. ഞാനേ അസാധ്യ വേദന കൊണ്ട് ഒരു പെയിൻ കില്ലർ ഇപ്പൊ കുടിച്ചിട്ടേക്ക. നമുക്ക് ഇനി 4 ദിവസം കൂടി അല്ലാണ്ട് ഓടാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും. പിന്നെ ഇപ്പൊ നമുക്ക് വലുതിപ്പോ വോട്ടാണല്ലോ. നിങ്ങളിപ്പോ നടക്കി നമുക്ക് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, പെട്ടെന്ന് എത്തണം അവിടെ. ഏതെങ്കിലും പേര് എപ്പോഴേ വന്നു അടിച്ച്? ഞാനേ കുറച്ചേരായി. ഞാനേ നമ്മളാ കോട്ടേഴ്സിൽ പണിക്കാരുണ്ടായിരുന്നു, അപ്പൊ അവിടെ ഒന്ന് പോയതായിരുന്നു രാവിലെ. എന്ത് പണിയപ്പോ അവിടെ നടക്കണു? കാര്യായിട്ട് പണിയൊന്നുമില്ല. അതിലേ ബംഗാളികളൊക്കെ ഇപ്പൊ നാട്ടിക്ക് പോയിക്കണു. അപ്പൊ അവിടെ കുറെ പൊട്ടി പൊളിഞ്ഞതും പൈപ്പ് പൊട്ടിയതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരാക്കാച്ചിട്ടേ ഒരു പണിക്കാരന് കിട്ടിയ പൈമ കെട്ടിമറിയുന്നു. അപ്പൊ അവിടെ താമസക്കാരൊന്നും ഇപ്പൊ ഇല്ലേ? താമസക്കാരല്ലേ റൂമിലുണ്ട്. ഓലിപ്പോ ഇലക്ഷനായിപ്പോയി നാട്ടിൽ പോയതാണ്. അപ്പൊ റൂമുകളൊക്കെ കാലിയാണ്. അപ്പൊ അവിടെ ഒന്ന് പണിയെടുപ്പിച്ചെന്നുള്ളൂ. എന്നോട് ഞാൻ പെരുന്നാളിന്റെ ഒന്ന് വരാൻ പറഞ്ഞിട്ട് എന്തേ വരായിന്ന്? അത് ഞാനടാ സൂറാബിയും കുട്ടികളും എല്ലാരും കൂടി വന്നീനു. എന്നിട്ട് എല്ലാരും കൂടി ഞങ്ങള് കടല് കാണാൻ പോയി. കുട്ടികളാരെ കടല് കാണാൻ പോകാറിനിക്കാണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്താ അവിടത്തെ തെരക്ക് അറിയിച്ച് കാല് കുത്താൻ സ്ഥലമില്ല. അതുകൊണ്ടേ ഞാൻ വരാഞ്ഞത്. ഞാനേ കുട്ടികളും വരും, പിന്നെ ഇതൊക്കെ വരുമല്ലോ വെച്ചിട്ട് ആട്ടർച്ചയൊക്കെ കൊടുന്ന് ബിരിയാണിയൊക്കെ വെച്ചു. സൈനബാക്ക് ആട്ടർച്ച കൊണ്ട് തന്നെ ബിരിയാണി വെക്കണം. എന്നാ ഞാൻ അതൊക്കെ വെച്ചു. ആര് വരുന്നു? വൈകുന്നേരം ഞങ്ങള് കുറെ തിന്ന് ബാക്കിയാണ് ഫ്രിഡ്ജിക്ക് വെച്ചു. അപ്പൊ പെണ്ണും മരോനും എന്തേ വരാഞ്ഞത്? ഓലും നിങ്ങളെ മാതിരി തെണ്ടാൻ പോയിക്കണു. എന്നിട്ട് പെരുന്നാൾ പിറ്റേന്ന് അങ്ങനെ വരുന്നുണ്ട് ഓല്. നാടാർത്ത് പെരുന്നാളൊന്നല്ലല്ലോ ഓൽക്ക്, അന്ന് തന്നെ വരാന്. പിന്നെ നമ്മളെ വാവുട്ടി മരോളും ദുബായിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പെരുന്നാക്ക്. എന്താ ഓല് വരായിനു? ഓല് പെരുന്നാൾക്ക് വരണച്ചിട്ടായിരുന്നു. അപ്പോക്കിനല്ല അവിടെ യുദ്ധം ഉണ്ടായത്. പിന്നെ വിമാനമൊക്കെ ഇല്ലാതായി, പോരാൻ പറ്റാതായി. ഏതായാലും ഇപ്പൊ ഞാൻ ഈ വോട്ടെടുപ്പിന് എന്തായാലും വരാൻ പറഞ്ഞേക്കണു. ഇപ്പൊ ഈ SIR ഒക്കെ പ്രശ്നങ്ങളില്ലേ? അപ്പൊ ഈ വോട്ടൊന്നും ചെയ്തില്ലെങ്കിലേ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഓരോട് എന്തായാലും രണ്ടാളോടും വരാൻ പറഞ്ഞേക്കണു. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, വോട്ടിന് ഏതായാലും വരണം. ഏതായാലും ഇനി വർത്താനം പറഞ്ഞിരിക്കല്ല, ഞാനൊന്ന് മേക്കാക്കി കാട്ടട്ടാ. ഒന്ന് പോരാ, നമുക്ക് ചോറ് നന്നിട്ട്. നമ്മൾ കുറെ സമയമല്ലേ കാത്തിരിക്കൽ തുടങ്ങിട്ട്. എന്ത് ഉസ്താദ് വരാത്ത? ഷാജിക്കപ്പ വരാന്നാ പറഞ്ഞത്. മൂപ്പര് സുന്നത്ത് സ്കരിക്കണം. അല്ല, ചെയ്താന്റെ സമയത്തിന്റെ അടുത്തേക്ക് പോകേണ്ട സമയം അല്ലേ? 4 മണിയാണ്. 4 മണിക്കാ പറഞ്ഞതേ. ഇനി വൈകാൻ പറ്റില്ല, നമുക്ക് പോണ്ടേ. പപ്പയുടെ 4 മണിക്കല്ലേ? അപ്പോഴേക്കും ഇവിടുത്തെ കഴിയും.
ആ ഷാജിയെ മറ്റേ സ്ഥാനാർത്ഥി വരുന്നത് കേട്ടോ. അത് പോട്ടെ. ഇതൊന്ന് ചോദിച്ചാ അടിക്കില്ലേ അടിക്കില്ലേ ഇത് ഉസ്താദ് ചോദിച്ചാ തുണിയൊക്കെ കഴിഞ്ഞാ ഇതാണ്ട് അയച്ചാൽ തരുന്ന സ്ഥാനുടെ ഇങ്ങനെ അല്ല അത് ഇങ്ങനെ വെക്കും. എല്ലാരും ഇരിക്കും. എല്ലാവർക്കും സുഖല്ലേ? എന്നാ വൈകണ്ട, നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉസ്താദെ, എനിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദ്വാരക്കണം. പോയിട്ട് വരട്ടോ. ഉസ്താദേ, ഞാൻ ജയിച്ച് മന്ത്രിയായി വന്നിട്ട് കാണാട്ടോ. ഇൻഷാ അല്ലാഹ്. എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ ജയിച്ച് മന്ത്രിയായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി. പോട്ടെ ഉസ്താദേ. ഇവിടെ എന്താണ് കയ്യിന് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നത്? എന്താ പറ്റിയേ? നമ്മളെ സാജിക്കാരപ്പം നടന്നിട്ടേ പനി പിടിച്ചു. ഇപ്പൊ ഗ്ലൂക്കോസ് ഇട്ട് അടക്കാണ്. കുറച്ച് റെസ്റ്റ് ആണ്. അങ്ങക്കേ സ്ഥാനാർത്ഥികൾക്കേ ഇപ്പൊ റോട്ടുമുക്കൂടെ ഓടലാണല്ലോ പണി. തടി ഇളകാത്തേ ആൾക്കാരാണല്ലോ നിങ്ങള്. തടി ഇളകുമ്പോ പനിയൊക്കെ വരും. 40 കൊല്ലായിട്ട് ഉസ്മാൻകുട്ടി സാഹിബ് ഇവിടുത്തെ MLA ആണ്. ഈ കുറി അയാൾ ജയിക്കും, അയാൾ മന്ത്രി തന്നെ കാരം. നിങ്ങൾ ആ പാച്ചില് വെറുതെ ആണ്. അയാൾക്ക് ചങ്ങായ നീച്ച് നിൽക്കാനുള്ള കെൽപ്പുണ്ടോ? എന്നും അയാളുടെ സ്ഥാനാർത്ഥി. ഞങ്ങൾ മരിച്ചിട്ട് എനിക്ക് വേറെ സ്ഥാനാർത്ഥി കിട്ടുള്ളൂ. എന്റെ അഭിപ്രായത്തിലേ പഴയ സ്ഥാനാർത്ഥികളൊക്കെ ഒന്നാണ് മാറണം. എന്നിട്ട് പുതിയ ചെക്കന്മാരുണ്ട് വരണം, എന്നാലേ നാട് നന്നാവുള്ളൂ. അതിനല്ലേ നമ്മളെ ചെറുപ്പക്കാരനെ സാധിക്ക. അയാൾ വന്ന മാറ്റങ്ങൾ കണ്ടോട്ടി നല്ല ഭരണീകാരം. വന്നവിടെ ഒലത്തും സ്ഥാനാർത്ഥി നിർണ്ണയം കഴിച്ചിട്ടേ CRT കേന്ദ്രങ്ങളിലൊക്കെ പോയിക്കണോ? ഓനൊരു വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് വിശ്വാസം? അത് നിങ്ങൾ രണ്ടു കൂട്ടർക്കും ഇല്ല. ഇത് ജനങ്ങളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ലേ? അതൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളെ സാധിക്ക അതേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കൂല. അതിപ്പോ നിങ്ങൾ എല്ലാ ഇലക്ഷനും പറയണല്ലേ. അയാൾക്ക് കുറച്ച് പൈസ ഉണ്ട്, അത് നിങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ടാണ് ശരിയായിക്കാണ്ട് അയാളാണ് പറഞ്ഞേക്കും. അല്ലെങ്കിൽ അന്യ നാട്ടുകാർക്ക് ഇവിടെ ഒരു നേരം വിലയില്ല. പൈസ ഊര പോലെ പറഞ്ഞേക്കാം, അതന്നെ പരിപാടി. പറഞ്ഞ മാരിക്കേ ഓൻ അന്യ നാട്ടുകാരൻ തന്നെയാണ്. ജയിച്ചു കഴിഞ്ഞാ ഓനിവിടെ കാണുമോ? എവിടുന്ന് കാണാനാ മതിയാക്ക? ഓല കഞ്ഞി ജയിച്ചു കഴിഞ്ഞാ നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നാട്ടുകാർക്ക് ചെയ്തോളെ. ഓലൊക്കെ ഏത് നട്ടപ്പാർക്കും നമുക്ക് ഓലെ പെരേക്കാണ് കയറിച്ചല്ല. ഇക്കുറി നമ്മൾ സാധിക്കാക്കി ചെയ്യുങ്ങള്, കാരണം മാറ്റം എന്താണെന്നല്ലേ നമ്മൾ സാധിക്ക കാണിച്ചു തരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എണ്ണ ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. സാജിന്റെ നാട്ടുകാരെ പോരുതട്ടോ. തും ആ പാനി വെള്ളം കാട്ടിയാ ചോളത്തോട് കമ്മി. അത് ഞാൻ വന്നിട്ട് ദുക്കാനേ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഞാനിപ്പാണ് ബേറാൻ വെച്ചലച്ച് കിതറേ തൊടൂരാ बेल है। हाँ बेल जाते वक्त के आगे कांडी। हाँ अच्छा ഒരു ഇന്ത്യക്കാരനെ പണിക്ക് വെച്ച് ഇറങ്ങാറ്. അപ്പം ഓൻ്റെ ഭാഷ അച്ചും അറിയില്ല, എൻ്റെ ഭാഷ ഓനും അറിയില്ല. ഓനെ വെച്ചതും എൻ്റെ ഈ കജ്ജ് കേടുന്നു ഒപ്പായിപ്പോയി. വല്ലാത്തൊരു പുതുമ. ആരോടപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണു? അതിന്റെ പോതുകുട്ടികളെ നോക്കിക്കൊണ്ടൊരു ഇന്ത്യക്കാരൻ നമ്മ പണിക്കാരനെ ഓനായിട്ട് വർത്താനം പാടുകയാണ്. അല്ലാ ഇരിക്കി എത്തപ്പോ ഉണ്ടായി അതിന്റെ അടിയില്?
അതിന്റെ കഥ ഒന്നും പറയണ്ട. അതേ പറയണ പാട് പറയണ്ട്. കജ്ജിന്റെ പടങ്ങനേ എല്ലിന് ചെറിയൊരു പൊട്ടുണ്ട്. കജ്ജിന് മാത്രമൊന്നും അല്ലല്ലോ, നെറ്റിമേലുണ്ടല്ലോ വലിയ മുറിയേക്കാരല്ലേ. ഞാൻ അന്ന് എന്നോട് പറഞ്ഞേക്കണു പോത്തും കുട്ടികളേറ്റൊന്നും ഇജ്ജ് നടക്കണ്ട, എനിക്ക് ചെറിയ 2 ആടുകുട്ടിയാണ് നല്ലത് എന്ന്. അറ്റങ്ങൾ തുമ്പിരിട്ടാ പന്നക്കോട്ടൊക്കെ കജ്ജു. അങ്ങനെയല്ല ഇപ്പൊ ഈ അടങ്ങാറൊക്കെ ഇപ്പൊ ഉണ്ടായത്. പോത്തും കുട്ടിയൊക്കെ ചെറിയ തുമ്പിരിക്കലും കളിയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ പറ്റിയതല്ല. ഇതേ നിങ്ങൾ ഞാൻ ആരോടും പറയണ്ട. പിന്നെ ഇപ്പൊ എങ്ങനെ പറ്റി? ഇത് കുളിമുറിയിലേറ്റ തേക്ക് വീണോ? ഞാൻ ഇന്ന് രാവിലെ സുബൈക്ക് എൻ്റെ കുട്ടീനെ പള്ളിക്കെന്ന് കണ്ടപ്പോൾ ചോദിച്ചറിയാം ഇപ്പൊ എവിടെയെന്ന്. അപ്പൊ ഇപ്പൊ ഒന്ന് വീണക്കണു കജ്ജിന് പൊട്ടുണ്ട് കാരണം. അപ്പോഴാണ് ഞാൻ ഒന്ന് ഇങ്ങനെ പോകുന്നത്. നമ്മളെ MLA ഉസ്മാൻ കുട്ടി കഴിഞ്ഞ കുറി ഇതേമാതിരി തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ 5000 ഉറുപ്പ്യ വെച്ച് തന്നിരുന്നു. ഇന്നലെ കേൾക്കണം നിങ്ങൾക്ക്, ഓൻ്റെ ഒരു 12 മണി കഴിഞ്ഞ ദിവസം ചെക്കന്മാർ വിളിച്ചു കണ്ടേക്കും. ഓരോ സിംഗിളുകളുണ്ട്. മാമിറ്റിയാക്ക് ഞങ്ങൾ ബെരിയാന്ന് കണ്ട് ഞാൻ ഒന്ന് ഉറങ്ങിക്കണം. കണ്ണിങ്ങനെ ഉറക്കം വന്ന നേരത്താ ആദ്യം തപ്പി തണി നീച്ചിക്കാണ്ട് വെളുക്കൊന്നും എടുത്തതില്ല. ഒരു നേരെ നിലാവ് ഇങ്ങനെ ഉണ്ട്. അതിലങ്ങനെ പോയി ചെന്നിക്കാണ്ട് ആ പോണ പോക്ക് സംഭവിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ തട്ടി തടഞ്ഞു വീണതാ അപ്പൊ ഇങ്ങനൊക്കെ ആയത്? പൊന്നാര പടപ്പ് എൻ്റെ ഒരു പൊട്ടപ്പോയത്താണ്. ഞാൻ ഈ വിളി കേട്ട പാടേ ആണ്ട് മണ്ടിയതാണ്. ഞാൻ എന്ത് ചെയ്തു വരും റോഡുമ്മ കൂടി പോണ മടിയോണ്ട് നമ്മളെ കുണ്ടനടായി ഉണ്ടല്ല അതിലെങ്ങനെ ഇറങ്ങിക്കാണ്ടാണ് ചെന്നിക്കാണ്ട് മേപ്പട്ട് കയറാൻ വേണ്ടി ആ കാര്യം നേരത്തെ ബാലത്തുനിന്ന് ഒരു കൂട്ടം പന്നികൾ വന്നിക്കാണ് ഇങ്ങനെ ചാടി. അത് എൻ്റെ നേർക്കാണ് വന്നത്. ആ വന്നത് ചോർമ്മ ഉള്ളു. പിന്നെ മേത്ത് കൂടി ചവിട്ടി പോകണം ഇങ്ങനെ ചോർമ്മ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ നെറ്റിമന്ന് ചോര എടുക്കുന്നുണ്ട്. കജ്ജി പൊന്തിച്ചാൻ പെയ്യ ആ കൂടി ഞാൻ ഇടങ്ങാറായി. പോണം കൊണ്ടുപോയിട്ടില്ലല്ലോ. പൊന്നാരെ ജീവൻ പോവാത്തതേ എൻ്റെ കുട്ടികളെ ഭാഗ്യം കൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ ആരെ പന അവിടുന്ന് കണ്ടത്? ആ നേരല്ലേ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. ഞാൻ ഇറ്റം കൊണ്ട് പോയിൻ്റെ കേസേ ഇച്ച അപ്പം ഇങ്ങനെ ഒരു ബോധം കണ്ട് വന്നു. ഞാൻ അതിൽ ബെല്ല ഇങ്ങനെ നാട്ടെത്തി കണ്ട് ഇറങ്ങിക്കാണ്ട് കൂടി ഇങ്ങനെ ബെല്ല പെരീക്കുന്നുണ്ട് വന്നു. അപ്പോഴാണ് കുട്ടികളെ അറിയേണ്ടത്. ഓലൊക്കെ ഉറങ്ങിക്കണം. ഓലാകെ അന്തം വിട്ടോ. എൻ്റെ പൈസൻ്റെ ആക്രാന്തി വല്ലാത്തൊരു ആക്രാന്തം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിനേക്കാളും കായ് ഇപ്പൊ ആശുപത്രി കൊണ്ടേ കൊടുത്തില്ലേ. എന്നിട്ട് ഇപ്പൊ എനിക്ക് പൈസ തന്ന പോലെ പൈസ കിട്ടുന്ന ആണ്ട് എത്തണ്ടേ? ആണ്ട് എത്തിയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്തെ ഓലത്തിന് എന്തെങ്കിലും കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ കാണുള്ളൂ. പിന്നെ എപ്പോഴേ കാണുന്നുണ്ട് ഓല കാണൽ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ. ആ ഉസ്മാൻ കുട്ടി എന്നല്ല എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ ഒട്ടേറെ പൈസ ഇപ്പൊ എനിക്ക് ആശുപത്രി ചെലവായോ? പൈസ ചെലവായ കണക്കൊന്നും ഇന്ത്യ എത്ത് കൊടുത്തല്ല. കുട്ടികളെല്ലാം ചെലവാക്കിക്കേണ്ടത് ഓലുമ്മാനങ്ങനെ ചീത്ത അറിയുന്നുണ്ട്. അത്ര ചെലവായി ഇത്ര ചെലവായി എന്നൊക്കെ. പിന്നെ ആ അതിനുള്ളിലൊക്കെയാണ് കൊണ്ടുപോയി. നീ പ്രൈവറ്റ് ആശുപത്രി ആണല്ലോ. ഓരോ ഗുഹര ഉള്ളിൽ ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കാണ്. എൻ്റെ ആനച്ചായിട്ട് കഴിച്ചത് ചോർമ്മ ഉണ്ട്. അതിന് പോരുമ്പോൾ ഒന്ന് അയക്കലുണ്ടായിരുന്നു. പേടിക്കും നീനെ കെട്ടിണ്ടാക്കിയത് അതൊക്കെ അവിടെ കൂരി വെച്ചേക്കണം. അതൊക്കെ പോയും ചെയ്യും. ഇപ്പം അയക്കലില്ലായിട്ടേ എന്തൊക്കെ ഉണ്ടാകുന്നാവാം. പണ്ട് നമ്മൾ ആ തങ്ങളെ ചോദി തന്നതാണ് ആ സാധനം. ഏലസ് ഇപ്പൊ ഇനി ഉണ്ടാക്കാലോ. അതിപ്പോ ആ കൊടക്കാടൊറ്റം പോയപ്പോ ആ തങ്ങളെ എനിക്ക് ഊതി തരൂലേ. അല്ലാതെ ഇപ്പൊ അതിന് ബേജാറായി ഒന്നും കുത്തിറക്കണ്ട. ഏതായാലും ഇതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇനിയിപ്പോ എനിക്ക് കായൊന്നും കിട്ടാത്തതാണ് ഉസ്മാൻ കുട്ടീൻ്റെ അടുത്തുനിന്ന്. കുറി ഓന് ബോട്ട് ചെജ്ജൂലേ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. കുട്ടികളല്ലേ കായ് ചെലവാക്കിയിട്ടുണ്ട്. ഇനി ഓല് പറയുമ്പോഴേ ചെയ്യുള്ളൂ. എൻ്റെ കുട്ടികൾ പറയേണ്ടത് ഇപ്പം അതന്നെയാണ്. ഉസ്മാൻ കുട്ടിക്ക് ചെജ്ജണ്ടെന്നാ പറയുന്നത്. നമ്മളെ സാജിക്ക് ചെജ്ജണം എന്നാ പറയുന്നത്. സാജിയാണല്ലോ ഇപ്പോൾ ചെറുപ്പക്കാരനെ. ഈ ചെറുപ്പക്കാർ MLA ആയിട്ട് വരട്ടെ. ഈ വയസ്സന്മാരൊക്കെ കുറച്ച് ദിവസം പെരി കുത്തിറക്കട്ടെ എന്നൊക്കെ പറയുന്നത്. ഉസ്മാൻ കുട്ടിയൊക്കെ ബോട്ട് ചോദിച്ചാലും കൂടി പോകാൻ നടക്കാൻ പറ്റ പണി. തോള് കുടിച്ചിക്കാണ്ടല്ലേ കുട്ടികളെ നടത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓൻ ആ എലസന് നിൽക്കേണ്ട ഒരു പൂതി തീർന്നിട്ടില്ല. ആ ഉസ്മാൻ കുട്ടിക്കാല ഇന്നെക്കാളും 10 വയസ്സ് കൂടും. ഓ മൂടിയൊക്കെ അർപ്പിച്ചിക്കാണ്ട് ഇങ്ങനെ മേക്കപ്പ് നടക്കണോണ്ടാണ്. ഓനെ ഈ അധികാരം ഉണ്ടായെന്താ അറിയാ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടും ആ പൂതിയാണ്. അല്ലിപ്പോ എന്നോ പേരിൽ അടഞ്ഞിരിക്കേണ്ടോട്ട് എത്തിക്കണം. ഈ രാഷ്ട്രീയക്കാർക്ക് മരിച്ചോളം തീരൂല. അത് നമ്മളെ പോലത്തെ ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ്. ചെറുപ്പക്കാർ വന്നുകാണ്ട് നമ്മളെ ഈ തലമുറക്ക് ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സംഗതികളുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റുമോൽക്ക് വോട്ട് ചെയ്യണം. എന്നിട്ട് അങ്ങനത്തോലെ ജയിപ്പിച്ച് കാണ്ടേ നമുക്ക് നമ്മളെ കേരളം നല്ല ഉഷാറാക്കി ഭരിച്ചാൻ പറ്റുമോൽക്ക് ആവണം ഭരണം. അതിനാണ് നമ്മളൊക്കെ ഇനി പ്രയത്നിക്കേണ്ടത്.